ഹലോ, അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെയൊക്കെ വീട്ടുമുറ്റത്ത് പല ഔഷധ ഗുണമുള്ള ചെടികളുണ്ടാവും. പക്ഷേ നമ്മളതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇനി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും നമ്മളതൊന്നും ഉപയോഗിക്കുന്നുണ്ടാവില്ല. അത് ചിലപ്പോൾ അത് ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ടും ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 5 ഔഷധ ഗുണമുള്ള ചെടികളെ കുറിച്ചിട്ടാണ്. കൂടാതെ അത് ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടും. അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് ഒന്നും കൂടെ സ്വാഗതം. നമ്മളുടെ ലിസ്റ്റിലെ ആദ്യത്തെ ചെടിയാണ് മുരിങ്ങ. മുരിങ്ങ ഒട്ടുമിക്ക എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ്. മുരിങ്ങയിൽ ഒട്ടനവധി വിറ്റാമിൻ സിയും അടങ്ങിയിട്ടുള്ളതാണ്. എല്ലുകളുടെ ബലം കൂടാനും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനൊക്കെ മുരിങ്ങ വളരെ നല്ലതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഒട്ടുമിക്ക എല്ലാവർക്കുള്ള പ്രശ്നമാണ് എല്ല് തേയ്മാനം. കൂടാതെ എല്ലുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ അതിനൊക്കെ മുരിങ്ങ വളരെ ഉത്തമമായിരിക്കും. നമ്മളുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ചെടിയാണ് തുളസി. തുളസി ഒട്ടുമിക്ക എല്ലാ വീടുകളിലും പണ്ട് ഔഷധമായിട്ട് തന്നെ ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പനിയോ ചുമയോ ജലദോഷമോ എന്ത് വന്നാലും ആദ്യം തുളസി തന്നെയായിരുന്നു മരുന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ തുളസി വളരെ യൂസ്ഫുള്ളാണ്. തുളസി കൊണ്ടുണ്ടാക്കിയ ചായ ബ്ലഡ് പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യാനും വളരെ നല്ലതാണ്. നമ്മളുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഔഷധ ഗുണമുള്ള ചെടിയാണ് കറ്റാർവാഴ. സ്കിൻ കെയർ രംഗത്തൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ചെടി കൂടെയാണ് ഈ കറ്റാർവാഴ. മുഖക്കുരുവൊക്കെ മാറാൻ ഈ കറ്റാർവാഴയിൽ നിന്ന് വരുന്ന ഈ ജെല്ല് അതുപോലെ തന്നെ ഈ കുരുവിൻ്റെ മേലത്ത് തേച്ചാൽ മതി എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി കറ്റാർവാഴ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ ശരിയാവും. കോസ്മെറ്റിക് രംഗത്ത് കറ്റാർവാഴ കോടികളുടെ ബിസിനസ്സാണ്. ഇനി നാലാമത് ബ്രഹ്മി. ആയുർവേദത്തിൽ ബ്രഹ്മിയുടെ റോള് വളരെ വലുതാണ്. ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇൻസോമേനിയ ഒക്കെ മാറാൻ ബ്രഹ്മി ഓയിൽ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഓർമ്മശക്തിയും കോൺസെൻട്രേഷനൊക്കെ കൂട്ടാൻ ബ്രഹ്മി ടോണിക്സ് ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി നമ്മളുടെ ലിസ്റ്റിലെ അവസാനത്തെ ചെടിയാണ് കറിവേപ്പില. ഒരുവിധം എല്ലാ വീടുകളിലും ഈ കറിവേപ്പില ഉണ്ടാവും. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ആകെ ഭക്ഷണത്തിന്റെ രുചിക്ക് വേണ്ടി മാത്രമായിരിക്കും. പക്ഷെ ഇത് നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച വർദ്ധിപ്പിക്കാനും മുടി കൊഴിച്ചിലൊക്കെ നിർത്താനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഔഷധ ഗുണമുള്ള ചെടിയാണ്. വിറ്റാമിൻ എ, ബി, സി, അയൺ എല്ലാം ഈ ഒരു കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുടിക്കൊക്കെ വളരെ നല്ലതായിരിക്കും. ആയുർവേദത്തിൽ ഷുഗർ, കൊളസ്ട്രോളൊക്കെ നിയന്ത്രിക്കാൻ കറിവേപ്പില സഹായിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ അവസാനിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.